ഒരമ്മ തൻ്റെ പഴയ ഓർമ്മകളാണെന്ന് തോന്നുന്നു അനുഭവമായിട്ട് അയച്ചിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയോ ആ ഒരു അന്തരീക്ഷവും പ്രകൃതിയൊക്കെ. തൻ്റെ ഭർത്താവിനെ തേടി വയനാട് സ്കൂളിലെത്തുന്നു. വയനാട് നോക്കെത്താ ദൂരം പാടങ്ങളാണ്. സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു തോടുണ്ട്. അത്യാവശ്യം നല്ല നീളവും വീതിയുമുണ്ട്. ആ തോടിന് നടുവിലായിട്ട് ഒരു തെങ്ങിൻ തടി പാലമായിട്ടിരിക്കുന്നു. ശക്തമായ മഴയും. എനിക്കാണെങ്കിൽ വെള്ളം കണ്ടാൽ തല കറങ്ങും. എങ്ങനെയോ മറുവശത്തേക്കെത്തി. സ്കൂളിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ മാഷിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന്. ഞാൻ വല്ലപ്പോഴുമേ വയനാട്ടിൽ നിൽക്കുള്ളൂ. ഹോസ്പിറ്റൽ എവിടെയാ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോരാനൊരുങ്ങി. പണം എടുക്കാൻ മറന്നു. ഈ തോടിൻ്റെ അടുത്തെത്തിയപ്പോൾ കുത്തിയൊലിക്കുന്ന വെള്ളം. പാലം കാണാനില്ല. അവിടെ ഇരുന്ന് ഞാൻ നെഞ്ചുപൊട്ടി ഭഗവാനെ വിളിച്ചു കരഞ്ഞു. എന്നെ ഈ തോട്ടിലൂടെ ഒഴുക്കിക്കോളൂ ഭഗവാനെ. പക്ഷെ എൻ്റെ മോനെ എന്ത് ചെയ്യും കണ്ണാ? അങ്ങനെ കരഞ്ഞു. തല താഴ്ത്തിയിരിക്കുകയാണ് ഞാനും മോനും. എന്താ ഇവിടെ ഇരിക്കണത്? എന്തിനാ സങ്കടപ്പെടണത് എന്ന ചോദ്യം കേട്ട് ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ മെലിഞ്ഞ് വെളുത്ത ഒരു തോർത്തുമുണ്ടും ഷർട്ട്, തലയിലൊരു തൊപ്പിയുമായി വയസ്സായിട്ടുള്ള ഒരാൾ നിൽക്കുന്നു. ഞാൻ കാര്യം പറഞ്ഞു. പിന്നെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. മറുകര എങ്ങനെ എത്തിയെന്ന് എനിക്ക് അജ്ഞാതമാണ്. ഞാൻ പറയുന്നുണ്ട്, വലിയൊരു സഹായമാണ് നിങ്ങൾ ചെയ്തത്. മറക്കില്ല ഈ സമയം. അതില് മകൻ എൻ്റെ കുടമാറ്റി നോക്കിയപ്പോൾ അമ്മയെ ആ മുത്തശ്ശനെ കാണുന്നില്ലല്ലോ. ഞങ്ങൾ ആ സ്ഥലം മുഴുവനും നോക്കിയിട്ടോ, കണ്ടില്ല. ഭഗവാനല്ലാതെ ആ സമയത്ത് വേറെ ആര് വരാനാണ്? ഇന്ന് എൻ്റെ മകന് 39 വയസ്സുണ്ട്. ഈ പ്രാവശ്യം ലീവിൽ വന്നപ്പോഴും ആ സംഭവം പറഞ്ഞു. മാഷ് മരണപ്പെട്ടു. മലപ്പുറത്ത് നിലമ്പൂരിലാണ് താമസം. കുറച്ച് നേരം ആ പ്രകൃതിയിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച ഒരു ഫീലിംഗ്. എന്തൊരു സുഖമായിരുന്നു ആ വയനാട് എന്ന് പറയുമ്പം തന്നെ. ഇപ്പം പ്രകൃതിയൊക്കെ മാറിക്കഴിഞ്ഞു നമുക്കറിയാം. എങ്കിലും ആ സമയത്ത് അമ്മയും ആ ചെറിയ മകനെയും, മകനിപ്പം 39 വയസ്സായി, അപ്പം ചെറിയ മകനായിരുന്നു. ആ മകനെയും സഹായിച്ച മുത്തശ്ശൻ ആരായിരിക്കും? പല രൂപത്തിലാണ് ഭഗവാൻ വരിക. എന്തൊരു സുഖമാണല്ലേ കൃഷ്ണാനുഭവങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ. കണ്ണ് നിറയുക, മനസ്സ് നിറയുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഭാഗങ്ങളാണിതൊക്കെ. അത് ആസ്വദിക്കുക. ഈ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോവുക. തെളിഞ്ഞ മനസ്സോടെ. എത്ര ആൾക്ക് തെളിഞ്ഞ മനസ്സുണ്ടാവും? എത്ര ആളുകൾ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും? ക്രൂരമായിട്ടുള്ള മനസ്ഥിതികളൊക്കെ ഒഴിവാക്കുക. സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. എല്ലാ മാസവും 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം.